അമ്മ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കല്യാണം കഴിക്കണം. എന്റെ ദൈവമേ, അയ്യോ എന്റെ മഞ്ഞൾ. എടാ നീ കല്യാണം കഴിച്ചില്ലേ നിന്റെ ഒരാളുടെ ജീവിതമേ പാഴാകത്തുള്ളൂ. വെറുതെ എന്തിനാടാ ആ കൊച്ചിന്റെ ജീവിതം കൂടെ പാഴാക്കുന്നേ? ഓരോ അമ്മമാർ ഈ പ്രായത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഒരു പ്രോത്സാഹനം തരാത്തൊരമ്മ. എടാ നിന്നെ കിട്ടണമെങ്കിലേ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കണം. ശ്രീധരല്ലേ ചേച്ചി, പുരുഷധനം എന്നതാ അമ്മയും മോനും കൂടി. സജി അവന് കല്യാണം കഴിക്കണോന്ന്. കഴിക്കട്ടെ ചേച്ചി, അതിനെന്താ? ഏതാ പെണ്ണ്? ശാലിനി. പെണ്ണെങ്ങനെയുണ്ട്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കിടക്കുന്നു. അല്ല, ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ് ശാലിനി. അതിനാര് കണ്ട്? അല്ല, എനിക്ക് സംസാരത്തിൽ അങ്ങനെ തോന്നി. സോമ, ഈ പ്രേമം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഓട്ടോ പിടിച്ച് പോണ പോലെയാണ്. എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പക്ഷെ കല്യാണം അങ്ങനെയല്ല, വിമാനയാത്രയാണ്. ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മരണക്കളിയ, സൂക്ഷിച്ചു വേണം. വരുന്ന പെണ്ണിന്റെ വിധി ഞാൻ രക്ഷപ്പെട്ടു. കണ്ട വാർക്കപ്പണിക്കാർക്കൊന്നും എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അമ്മ ഇനിയിപ്പോ നിങ്ങൾ അവളെ നിർബന്ധിച്ച് പേരെ കെട്ടിച്ചാലും ഞാൻ അവിടെ പോയി അവളെ വിളിച്ചിറക്കി കൊണ്ടുവരും. ഒന്ന് കെട്ടിയെന്ന് വിചാരിച്ച് എനിക്ക് അവളോടുള്ള സ്നേഹമൊന്നും കുറയാൻ പോകുന്നില്ല. ആഹാ, അങ്ങനെ നീ വിളിച്ചോണ്ട് ഇറങ്ങി വരായിരിക്കുവാണോ അവള്? ഞാൻ വിളിച്ച ശാലിനി വരും. നീ പോടി. ഞാൻ പോവും. ഇങ്ങോട്ട് വന്നേ. വരുന്നുണ്ട്. ഈ സ്വർണം ജീവിതത്തിൽ പെടും. നീ എന്നാത്തിനാണ് എഴുന്നേക്കുന്നേ? എഴുന്നേറ്റ് എന്താ കുഴപ്പം? പെണ്ണിന്റെ വീഡിയോഗ്രാഫർ ചെറുക്കന്റെ പടം എടുക്കത്തില്ല. ആ താരം നിലത്ത് വെച്ച് രണ്ടുപേരെ ഇരുന്നോളൂ. താലി കെട്ടുന്ന സമയത്ത് ഞെട്ടിട്ട് തൊട്ടാ എന്ത് കൊച്ചുമോളെ കൊര വീടാന്ന് പറഞ്ഞിട്ടുണ്ട്. താലി കെട്ടിയ അപ്പ ഓടും. ആദ്യത്തെ പന്തിക്കനുണ്ടേ. നീ പോയോ? പേടിയുണ്ടോ? എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. എന്തിനാ ശാലിനി ടെൻഷൻ? ചിലവൻ പറയും കെട്ടുപിടിയാത്ത കഴിക്കത്തില്ല കുടിക്കത്തില്ല എന്നൊക്കെ പറയും. എൻ്റെ ആഗ്രഹം രസമായിട്ട് നല്ല പൊട്ടും കടല അടിച്ചു. ശാലിനി എന്തെങ്കിലും കഴിച്ചോ? കെട്ട് കഴിയാതെ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് ഓർഡർ. പ്രഭാത ഭക്ഷണം ഒരിക്കലും മുടക്കരുത് ശാലിനി. അന്നച്ചമണ മനുഷ്യൻ്റെ എന്താണ്? രാവിലത്തെ ഭക്ഷണം ഒരിക്കലും മുടക്കരുത്. മൂലാധികളും അല്ല. കഴിച്ചു. ഇതെന്തേ കാണിക്കണം? ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ യസ്യ വിരതവക്രാദ്യ. കൊല്ലം പറഞ്ഞു. ഒന്നുമില്ല, താലി എടുത്തോളുക. യസ്യ വിരതവക്രാദ്യ വാരിശ്രദ്ധ്യാ പരിഷദം വിഘ്നം നിഘ്നന്തി സതതം യസ്യക്രേനം സമാശ്രയേ. താലി തന്നോളൂ. താലി താലി എടുക്കൂ. എന്ത് പ്രശ്നം തോന്നുന്നു? അളിയാ താലിയില്ലേ? എന്നാ പറ്റി? എന്നാ മോനെ? മോനെ എന്നെങ്കിലും പ്രശ്നമുണ്ടോ? എന്നതാ? അമ്മ അതൊന്നും ആയിരിക്കില്ല. അളിയൊന്നും ഉണ്ടായിരുന്നു. എന്നാ ചെയ്യാനാ? താലിയില്ല, അതല്ലേ പ്രശ്നം. അമ്മയുടെ താലിയൊന്നും വരാം. പെറ്റ തലയോടാണോടാ താലി ചോദിക്കുന്നേ? പിന്നെ കണ്ടവന്റെ അമ്മയോട് ചോദിക്കാൻ പറ്റുമോ? നിന്നെ ഉണ്ടല്ലോ. നിന്റെ താലി എന്റെ താലി കാണുന്നില്ല, അതുകൊണ്ടല്ല അമ്മ ചോദിച്ചത്. ആഹാ കൊള്ളാം. താലിയില്ലാത്ത കല്യാണം കർക്കിടക 1 നല്ല ബെസ്റ്റ് സമയം. ഇപ്പൊ എന്നാ ചെയ്യും? മോനെ വീട്ടിൽ പോയി ഒന്ന് നോക്കിയാലോ? ഇല്ല ചത്ത്, ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ പോയതാ. എല്ലാരും കൂടി ഒന്ന് അഞ്ഞു നോക്കിയാൽ കിട്ടുമെന്നേ. കിട്ടും.
കിട്ടി 5 രൂപ. ഇത് എന്റെ കയ്യിരിക്കട്ടെ. ഞാൻ ഡ്രസ്സ് മണി സ്ഥലം തപ്പിച്ചു വരാം. ആകെ മെനക്കേടായിട്ടോടും. എനിക്ക് വയ്യ ഈ വെയിലത്ത് തപ്പാൻ. ഞാൻ വീട്ടിൽ പോവുക. ഞാൻ സദ്യ ഉണ്ടട്ടെ പോത്തു. ആകെ നാണക്കേടായല്ലോട്. സോമ, നീ ശരിക്കും കടയിൽ നിന്ന് താലി മേടിച്ചായിരുന്നു. എന്റെ ജീവിതം ഇതുപോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. മോനെ, വേഗം പോയി പുതിയ ഒരെണ്ണം മേടിച്ചാലോ? അതെ, ഇത് പൂമാലയല്ല, താലിമാലയാണ്. മിണ്ടായിട്ടോ. എന്താടാ നീ ഇങ്ങനെ? അതെ സോമ, മുഹൂർത്തം തെറ്റും. എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? കല്യാണം നാളത്തേക്ക് മാറ്റിയാലോ? നാളത്തേക്കോ? എന്ന് പറഞ്ഞാ എങ്ങനാ? താലിയില്ലാതെ പറ്റൂ. ചേച്ചി വിചാരിച്ചതാണ്. നീ പോയി നിന്റെ കട്ടികളോട് ചോദിക്കടാ. അത് പണ്ടാ പണയത്തില്ല. അല്ലപ്പോ ഞാൻ കൊടുക്കത്തില്ല. മതി. താലിയെല്ലാം നമുക്ക് നാളെ സൗകര്യം പോലെ വീട്ടിൽ പോയി കേട്ടാ ചാലി. എന്റെ കുഞ്ഞിന്റെ താലിയില്ല കല്യാണം കാണേണ്ടി വന്നില്ല ഭഗവാനെ. സാറേ, ആ മാല കിട്ടുന്ന ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് അഭിനയിക്കാവോ? അയ്യോ അമ്മ പോക. അയ്യോ ഒച്ചണ്ടാകല്ലേ, ഇവിടെ നിറച്ച് കൊതുകാണ്. ഞാൻ കുറച്ച് കുന്തിരിക്കാൻ പോച്ചാ. കൊതുക് ചാവാൻ മോസ്കിറ്റോ മാറ്റി വെച്ചാ പോരെ? കൊതുക് നമ്മളെ പോലെയുള്ള ഒരു ജീവിയല്ല ചാലി. കൊതുക് ചാകുമെങ്കിൽ ഒരു രാത്രി മുഴുവൻ ശ്വസിക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താവും? ചേട്ടൻ കൊള്ളാവല്ലോ. ഞാനിതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതാണ്, ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. എങ്ങനെയുണ്ട്? പാലെനിക്ക് ശീലമില്ല. ശാലിമണി കുടിച്ചോ? പാൽ എനിക്കും ഇഷ്ടമല്ല. പിന്നെ സിനിമയിലൊക്കെ അമ്മ വാതിലൊന്നും അടക്കുവാട്ടോ. വേണ്ടടാ, അടയ്ക്കണ്ട. ഓ, ഇവന്റെ ഒരു കാര്യം. പൊതുവെ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ല പറയാറ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ശാലിനി. ശാലിനിയുടെ അച്ഛനും അമ്മയും ശാലിനിനെ പഠിപ്പിച്ചു, വളർത്തി, വലുതാക്കി. അല്ല, എന്നിട്ട് ഒരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ വീട്ടിലേക്കല്ല ശാലിനിയെ കെട്ടിച്ചാച്ച. ഇതൊരു തരത്തിൽ ഒരു പറിച്ചു നടലല്ലേ? സമ്മതിക്കണം. ഇവിടെ ത്യാഗത്തിനെ സമ്മതിക്കണം. ഓ, എന്തല്ലേ. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് എപ്പോൾ അച്ഛനമ്മനെ കാണണം തോന്നി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. എന്നോടൊരു വാക്കുകൂടി ചോദിക്കണ്ട. ആ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ, കിടക്കാല്ലേ? ശാലിനി, എന്തുപറ്റി? ചേട്ടാ, എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെ അമ്മനെ കാണണം. ശാലിനി, വീട്ടിൽ പോവാം, വീട്ടിൽ പോവാം. ശാലിനി, വീട്ടിൽ പോവാം. ഒരു കുഴപ്പമില്ല. സോമ, എന്താടാ ഇവിടെ ഒരു കരച്ചില്? എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി, കയറ്റങ്ങൾ അനവധി, ഇറക്കങ്ങൾ അനവധി, എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി. അതെ, എന്റെ ഒരു സംശയം, ഇവരെത്ര ആലും ഒരുമിച്ച് ജീവിക്കും. എന്താന്ന്?
അതല്ല, ഇവരെത്ര കാലം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ച് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എടാ വൃത്തികെട്ടവനെ, എന്തോ? ഇവിടെ ഇരുന്ന് കള്ളു മേടിച്ച് കുടിച്ചിട്ട് വൃത്തികേട് പറഞ്ഞാണല്ലോ. അല്ല, എന്റെ വണ്ടിയുടെ ശബ്ദമല്ലേ കേട്ടത്? നിങ്ങൾ കേട്ടില്ലേ? കേട്ട് കേട്ട്. എടാ പോ, എടാ എന്റെ വണ്ടി കൊണ്ടുവന്നടാ. എന്നാ പറ്റി? ഒന്നുമില്ല സഹിച്ചേട്ടാ. എടാ ഹെഡ്ലൈറ്റ് ഇട്. എന്നെ പറ്റി ആ കൊച്ചിനെ എന്നെ പറ്റി. അവൻ ഉപദേശിച്ചു കാണും, അല്ലാണ്ട് ആ കൊച്ചു കരയുവോ? അങ്ങോട്ട് വാ. എന്തോന്ന്? ശാലിനി, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. പതിവില്ലാതെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. എന്നതാ കോള്? എൻ്റെ ദേഹത്തൊരു പോറിൽ വീഴുന്ന കൂടി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിന്റെ വയറ്റിൽ കത്തി വെക്കും. അതിന് നമുക്ക് ഈ പ്രസവം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താം. വിവരമില്ലേ നിങ്ങൾക്ക്? പ്രസവം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ, പിന്നല്ലേ വീട്ടിൽ വെച്ച്. ശാലിനി, പ്രസവം ഒരു പ്രക്രിയയാണ്, അത് നടന്നോളൂ. തേങ്ങാ കൊലയാണ് പ്രക്രിയ എന്നൊക്കെ ആണുങ്ങൾക്ക് വെറുതെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ. സോമൻചേട്ടന്റെ പിടിവാശി ഇവിടെ കാണിക്കല്ലേ. ഞാൻ എൻ്റെ കൈ വെച്ച് എന്തോരം പ്രസവം എടുത്തിരിക്കുന്നു. പശുവിന്റെ പ്രസവം എടുക്കുന്ന പോലെയാണോ ഇത്? ശാലിനി, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രസവം നടത്തുകയുള്ളൂ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചാൽ തന്നെ എന്റെ വീട്ടുകാർ സമ്മതിക്കോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട്. എനിക്ക് നിന്റെ സമ്മതം മാത്രം മതി, വേറെ ഒരാളുടെ സമ്മതം വേണ്ട. സോമൻചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മേ, നീ ഇത് ആരോട് പറയാതെ എവിടെ പോയതാ? ഇവിടെ ഒരു പെൺകൊച്ചു മാസം തികഞ്ഞിരിക്കുവാണെന്നുള്ള വല്ല വിചാരം ഉണ്ടോ നിനക്ക്? ചെറുക്കൻ എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ് ചെല്ലാനത്ത്. നിങ്ങളാരാ? വൈറ്റാട്ടി. വയറ്റാട്ടിയോ? എന്തോന്നിന്? അത് ശരി, ഇവിടെയൊക്കെ വൈറ്റാട്ടികൾ കളക്ടറിന്റെ പണിയാണ് ചെയ്യണത്. ആരെ എൻ്റെ ഭാര്യയുടെ അമ്മയാ. അതാണ്. ശരിയായിക്കോളൂ. സോമ, നീ എന്തോന്ന് ഉദ്ദേശിച്ച? എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? പൂവമ്പഴം പോലെ പേറിയാൻ എടുത്തു തരും, ഒരു ഈച്ച കുഞ്ഞു പോലെ അറിയാതെ. അതിന് അവിഹിത ഗർഭമൊന്നുമല്ല. എന്ന് വെച്ച് പ്രസവം ടിക്കറ്റ് വെച്ച് ആളെ കൂട്ടി ചെയ്യാൻ പറ്റുമോ? സോമ, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇപ്പം ഇറങ്ങി വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും പോയിക്കോളൂ. എടി, ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കോണം. ഒരു സൂചി കുത്തിയാൽ പോലും നെഞ്ചു പിടക്കണ അമ്മമാരാണ് ഈ പിച്ചാത്തോണ്ട് കീറാൻ പിടിച്ചോണ്ട് പോണത്. ഞാൻ പേരെടുത്ത ഒരു തള്ളയും പുള്ളയും ചത്തിട്ടില്ല. വാ മോളെ, ഇറങ്ങാം. വേണ്ട മോളെ. വാ ചേട്ടാ, നമുക്ക് പോവാം. ജാനകി, വാ. ശരി. ഞാൻ 8 പേർ പറ്റതാണ്. അന്നൊക്കെ നിറവരമായിട്ട് കക്കവാരം പോവായിരുന്നു. പണിയെടുത്ത് കിടന്നാലേ ഈ പേരൊക്കെ പുട്ടുപോലെ ഇങ്ങ് പോരും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കണ്ടല്ല, മുറ്റൊടിക്കൂല, വെള്ളം കോരൂല, അടപ്പി തീയൂതണ്ട, എന്നിട്ട് സുഖപ്രസവവും വേണം. ആ മോനെ
പിന്നെ ഏതായാലും പാലാരിഷ്ടം ധന്യന്ത്രം കുഴമ്പ് പിന്നെ ഇരട്ടി മധുരം ഇതൊക്കെ വേഗം മരുന്നിടന്ന് മേടിച്ച് വെച്ചേക്കണം കേട്ടാ. തൊള്ളയുടെ പിന്നതായാലും മാറി നിൽക്കണം. പിടിച്ചില്ല. ചേച്ചി ഒരു ദിവസം 2 നേരം വെച്ച് കുറുന്തോട്ടി പാൽ കഷായം കൊടുക്കുമായിരുന്നു. 8-ാം മാസം നിർത്തിയത്. പിന്നെ ചേച്ചി പറഞ്ഞ കുഴമ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാനും കൂടെ കുളിക്കുന്നത്. മതിയുടെ ചക്കരെ ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല.